വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, യേശു കർത്താവ് ക്രൂശിൽ മരിച്ച ആ സമയത്ത് നടന്ന അത്ഭുതകരമായ 6 സംഭവങ്ങളെ എന്തൊക്കെയായിരുന്നുവെന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. യേശു മരിക്കുന്ന സമയത്ത് അത്ഭുതകരമായ 6 സംഭവങ്ങളുണ്ടായി. ആ കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ വ്യക്തമായ ഉദ്ദേശങ്ങളുമുണ്ട്. അപ്പോൾ അതെല്ലാം വ്യാഖ്യാനിക്കുവാനും വിശദീകരിക്കുവാനും ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നില്ല. ആദ്യം തന്നെ അത് എന്താണ് ഈ 6 സംഭവങ്ങൾ എന്ന് ഞാൻ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ 6 കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് മത്തായി മാത്രമേ പറയുന്നുള്ളൂ. മറ്റുള്ള മർക്കോസും ലൂക്കോസും 2 കാര്യങ്ങൾ സംഭവിച്ചതായിട്ടേ പറയുന്നുള്ളൂ. യോഹന്നാൻ യേശുക്രിസ്തു മരിച്ചതായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ മത്തായിയിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 45-46 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. അപ്പോൾ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ എല്ലാ ദേശത്തും ഇരുട്ടുണ്ടായി. ഇതാണ് ഒരു സംഭവം. അപ്പോൾ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നത് രാവിലെ 9 മണിക്കാണ് എന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ രാവിലെ 9 മണി മുതൽ 12 മണി വരെ യേശുക്രിസ്തു ക്രൂശിൽ പീഡ അനുഭവിക്കുകയും മറ്റുള്ളവരുടെ ഉപദ്രവം സഹിച്ച് ക്രൂശിൽ കിടന്നു. മറ്റുള്ളവർ മനുഷ്യരാൽ പീഡിപ്പിക്കപ്പെട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം യേശുക്രിസ്തു ഇരുട്ടിലായിരുന്നു. യേശുക്രിസ്തു മാത്രമല്ല, ആ 3 മണിക്കൂർ സമയം സകല ദേശത്തും ഇരുട്ടായി, സൂര്യൻ ഇരുണ്ടുപോയി ഇരുട്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ 3 മണിക്കൂർ യേശുക്രിസ്തു പടയാളികളുടെ ഉപദ്രവങ്ങൾ സഹിച്ച 3 മണിക്കൂർ ക്രൂശിൽ കിടന്നു. അതിനുശേഷം 12 മണിക്ക് ശേഷം ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. ഇരുട്ട് 3 മണിക്കൂർ നിന്നു. അത് 9 മണി നേരമായപ്പോൾ, അതായത് 3 മണി നേരം എന്ന് പറയുന്നത് രാവിലെ 9 മണി, 6 മണി നേരം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണി, 9 മണി നേരം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 3 മണി. അപ്പോൾ 9 മുതൽ 12 വരെ യേശു ക്രൂശിൽ കഷ്ടം അനുഭവിച്ചു. അതിനുശേഷം 12 മുതൽ 3 വരെയുള്ള സമയം ദൈവം കൈവിടപ്പെടുകയും യേശുക്രിസ്തു ഇരുട്ടിലാവുകയും ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ യേശുക്രിസ്തു മാത്രമല്ല, ദേശത്തെല്ലാം ഇരുട്ടായി. എന്തുകൊണ്ടാണ് ദേശത്തെല്ലാം ഇരുട്ട് വ്യാപിച്ചതെന്നും അതിൻ്റെ പിന്നിലുള്ള ദൈവഹിതം എന്തായിരുന്നു എന്ന് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഒന്നാമത്തെ കാര്യം ഇരുട്ട് വ്യാപിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? യേശുക്രിസ്തു മരിക്കുന്ന സമയത്ത്, മരിക്കുന്ന ആ കറക്റ്റ് ആ ടൈമിൽ തന്നെ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം 2ആയി ചിന്തിപ്പോയി. അപ്പോൾ ആ തിരശീല ചിന്തുകയും യേശുക്രിസ്തുവിൻ്റെ പ്രാണൻ വിടുകയും ഒപ്പമായിരുന്നു. എന്നാൽ ലൂക്കോസ് പറയുന്നത് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ, തിരശീല ചിന്തിയതിന് ശേഷമാണ് യേശുവിൻ്റെ പ്രാണൻ വെടിഞ്ഞതെന്ന് ലൂക്കോസ് പറയുന്നു. എന്നാൽ മർക്കോസും മത്തായിയും പറയുന്നത് പ്രാണൻ വെടിഞ്ഞ ആ ക്ഷണനേരത്തിൽ തന്നെ തിരശീല കീറി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ എന്തു തന്നെയായാലും യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് മന്ദിരത്തിലെ തിരശീല 2ആയി കീറിപ്പോയി എന്നുള്ള അതൊരു അത്ഭുതകരമായ ഒരു സംഭവമാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമി കുലുങ്ങി, ഭൂമി ഉലുക്കം ഉണ്ടായി. അതാണ് 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം, പാറക്കെട്ടുകളെല്ലാം പിളർന്നു. 5ാമത്തെ കാര്യം എന്നാണെന്നറിയോ? കല്ലറകൾ തുറന്നു. അതായത് വിശുദ്ധന്മാരുടെ ശവമടക്കിയിരുന്ന കല്ലറകൾ തുറന്നു. പക്ഷെ വിശുദ്ധന്മാർ ആ തുറന്ന കല്ലറയ്ക്കകത്ത് നിന്ന്
ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നത് എപ്പോഴാണെന്നറിയാമോ? യേശുക്രിസ്തു മരിച്ച സമയത്ത് കല്ലറകൾ തുറക്കപ്പെട്ടു. പക്ഷെ അതിലടക്കം ചെയ്തിരുന്ന വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. എപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റെന്നറിയോ? യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ ഉയർത്തെഴുന്നേറ്റ് കല്ലറകളിൽ നിന്ന് പുറത്തുപോയി എന്നാണ് മത്തായിയുടെ സുവിശേഷം 53-53 വാക്യത്തിൽ വായിക്കുന്നത്. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. അപ്പോൾ യേശുക്രിസ്തു മരിക്കുന്ന സമയത്ത് കല്ലറകൾ തുറക്കപ്പെട്ടു എങ്കിലും അതിലടക്കം ചെയ്ത വിശുദ്ധന്മാരുടെ ശരീരം പുനരുത്ഥാനം ചെയ്തത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ്. അതുകൊണ്ടാണ് കൊരിന്ഥി ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ മരിച്ചവരിൽ നിന്ന് ആദ്യമായി പുനരുത്ഥാനം ചെയ്തത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതിനുശേഷമാണ് വിശുദ്ധന്മാരുടെ തുറന്ന കല്ലറകളിൽ നിന്ന് വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റതും നഗരത്തിൽ ചെന്ന പലർക്കും പ്രത്യക്ഷമായത്. അപ്പം അങ്ങനെ 6 മഹാസംഭവങ്ങൾ അല്ലെങ്കിൽ അത്ഭുതകരമായ 6 സംഭവങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ എല്ലാത്തിനും പിന്നിൽ ഒരർത്ഥവത്തായ ഒരു ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം അതിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു മരിക്കുന്ന ക്ഷണനേരത്തിൽ തന്നെ മന്ദിരത്തിലെ തിരശീല 2 കീറിപ്പോയി എന്നുള്ളതാണ്. ഈ തിരശീല കീറിയതിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തിരശീല എന്ന് പറയുന്നത് വിശുദ്ധ മന്ദിരത്തിലെ 2 തിരശീല രണ്ടാമത്തെ തിരശീലയാണ്. അതായത് വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്തെ മറയ്ക്കുന്ന 2ാം തിരശീലയാണ് ഈ കീറി എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു. ആ തിരശീല 2ാം തിരശീലയാണ്. അപ്പോൾ ആ തിരശീല കീറിക്കളഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അത് കീറിയതിൻ്റെ വിധം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ കാരണം മനസ്സിലാകുന്നത്. അതിൻ്റെ ഈ കീറിയ വിധം ഞാനിങ്ങനെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു പേപ്പറിലാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം തിരശീല മേൽ തൊട്ട് അടി വരെ കീറിപ്പോയി എന്നുള്ളതാണ്. ആരും കീറിയതല്ല, അത് അത്ഭുതകരമായി കീറി എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊളുത്തുകളാൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണിത്. അപ്പം ഇങ്ങനെ ഈ മുകളിൽ നിന്നാണ് ഇത് കീറുന്നത്. ഇങ്ങനെ മുകളിൽ നിന്ന് ഇത് കീറി 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 ഇങ്ങനെ അകന്നകന്ന് പോവുക കേട്ടോ. മുകളിൽ നിന്ന് കീറി കീറി ഇതിങ്ങനെ അകന്നകന്നാ പോകുന്നത് കണ്ടോ. ഇങ്ങനെ അകന്നു പോയി 2ആയി ചീന്തിപ്പോയി എന്നുള്ളതാണ്. അപ്പം മുകളിൽ നിന്ന് അത് കീറി 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 ഇങ്ങനെ അകന്നു പോയി എന്നുള്ളതാണ്. മുകളിൽ ഇങ്ങനെ കൊളുത്തുകളാൽ തൂക്കിയിട്ടേക്കുന്ന തിരശ്ശീലയാണ്. അത് മുകളിൽ നിന്ന് ഇങ്ങനെ 2ആയി കീറി 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 ഇങ്ങനെ അകന്നു പോയി. അപ്പോൾ വിശുദ്ധ സ്ഥലം തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനി അത് താഴെ നിന്നാണ് കീറിയതെന്നെങ്കിൽ സംഭവിക്കുന്നത് എന്നാണെന്നറിയോ? അപ്പം ഇത് മുകളിൽ കൊളുത്തുകളാൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇനി താഴെ നിന്നാണ് അത് കീറുന്നതെങ്കിൽ സംഭവിക്കുന്നത് എന്നാണെന്നറിയോ? ഇതിങ്ങനെ താഴേന്ന് കീറിക്കഴിഞ്ഞാൽ മുകളിൽ കൊളുത്തുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് കണ്ടോ. മുകളിൽ കൊളുത്തുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ അതിന് വീണ്ടും മറഞ്ഞിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ താഴേന്ന് കയറിക്കഴിഞ്ഞാൽ മുകളിൽ കൊളുത്തുള്ളത് കൊണ്ട് അതിനെ ആരെങ്കിലും വലിച്ചു നീക്കാതെ 2ആയിട്ട് നീങ്ങില്ല കണ്ടോ. താഴേന്ന് കയറിക്കഴിഞ്ഞാൽ മുകളിലത്തെ കൊളുത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമ്മൾ കയറിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഒന്നിങ്ങനെ മൂടിക്കിടക്കും, മറഞ്ഞു കിടക്കും. എന്നാൽ മുകളിൽ നിന്നാണ് കീറുന്നതെങ്കിൽ മുകളിൽ നിന്ന് കീറുമ്പോൾ തോറും ഇങ്ങനെ അകന്നകന്ന് കൊളുത്തുകൾ ഇങ്ങനെ അകന്നകന്ന് പോയി അത് 2ആയി മാറുന്നുള്ളതാണ്. അപ്പോൾ ഈ തിരശീല മുകളിൽ നിന്ന് താഴേക്കാണ് 2ആയി കീറിപ്പോയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടക്കാതിരിക്കാൻ തക്കവണ്ണം മറച്ചു വെച്ചിരുന്ന തിരശീല
യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് മുകളിൽ നിന്ന് രണ്ടായി കീറിപ്പോയി എന്നുള്ളതാണ്. മുകളിൽ നിന്ന് അടി വരെ രണ്ടായി കീറിപ്പോയി. അപ്പോൾ സംഭവിച്ചത് എന്നാണെന്നറിയോ? ഈ അതിപരിശുദ്ധ സ്ഥലം ഈ എല്ലാവർക്കും കാണത്തക്കവണ്ണം തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ അതിപരിശുദ്ധ സ്ഥലം കാണുവാനും അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനും അവിടുത്തെ ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും കഴിയുന്നത് ആകെ ഒരു മഹാപുരോഹിതന് ആണ്ടിൽ ഒരു പ്രാവശ്യം മാത്രമാണ്. അതും കാളകളുടെയോ ആട്ടുകൊറ്റൻ്റെയോ ഒക്കെ പ്രായശ്ചിത്ത രക്തവുമായിട്ട് വേണം ആ മഹാപുരോഹിതൻ ചെല്ലാൻ. അപ്പോൾ മഹാപുരോഹിതൻ ആണ്ടിൽ ഒരു പ്രാവശ്യം മാത്രം ഈ അതിപരിശുദ്ധ സ്ഥലത്ത് കിടന്ന് യാഗത്തിൻ്റെ രക്തം അർപ്പിച്ച് പ്രായശ്ചിത്തം പ്രാപിച്ച് അദ്ദേഹം ആണ്ടിൽ ഒരു പ്രാവശ്യം അതിനുള്ളിൽ കിടക്കും എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തു മരിച്ച സമയത്ത് തിരശ്ശീല നീക്കാതെ, ആരും മനുഷ്യൻ്റെ കൈകൊണ്ട് നീക്കാതെ സ്വർഗത്തിലെ ദൈവം മുകളിൽ നിന്ന് താഴേക്ക് കീറുകയും രണ്ടായി ചീന്തിക്കളയുകയും ചെയ്തു. അപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള മറ നീങ്ങിപ്പോയി. അപ്പോൾ അതിപരിശുദ്ധ സ്ഥലം ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും കാണാൻ കഴിയും. ദൈവത്തിൻ്റെ തേജസ് ഇരിക്കുന്ന, അല്ലെങ്കിൽ പെട്ടകം ഇരിക്കുന്ന, അല്ലെങ്കിൽ കെരൂബുകളിരിക്കുന്ന, ആ കൃപാസനം ഇരിക്കുന്ന ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ രക്തം യേശുക്രിസ്തു ദൈവത്തിന് അർപ്പിച്ചു എന്നുള്ളതാണ്. അവൻ നിഷ്കളങ്കനായിരുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമ്മെ നീതീകരിക്കുകയും നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ നിമിഷം മുതൽ, യേശുക്രിസ്തുവിൻ്റെ പ്രാണൻ വെടിഞ്ഞ ആ നിമിഷം മുതൽ ഏതു മനുഷ്യനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടു. അതുകൊണ്ട് നീതിമാനും വിശുദ്ധനുമായ മനുഷ്യന് കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുവാനുള്ള ആ മറ, ആ തടസ്സമായി നിന്ന മറ യേശുക്രിസ്തു നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു. യേശു തൻ്റെ ജഡം എന്ന തിരശീലയിൽ കൂടി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജഡത്തിൻ്റെ പ്രത്യേകത പാപജഡമാണ്. അപ്പോൾ പാപജഡം കൊണ്ട് അത് ക്രൂശിൽ ദൈവത്തിൻ്റെ ന്യായവിധി ഏറ്റുവാങ്ങിക്കൊണ്ട് ആ പാപജഡം നശിപ്പിച്ച് കളിച്ചു. അതായത് നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുകയും പാപത്തിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കുകയും രക്തത്താൽ നാം നീതീകരിക്കപ്പെടുകയും രക്തത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. രക്തത്താൽ നമ്മെ ദൈവം വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ രക്തം ദൈവത്തിന് അർപ്പിച്ചത് കൊണ്ട് മഹാപുരോഹിതനെ പോലെ കൃപാസനത്തിലും യാഗപീഠത്തിലും തളിക്കുന്ന പരിപാടിയല്ല യേശു ചെയ്തത്. യേശുക്രിസ്തു മൃഗത്തിൻ്റെ രക്തവുമായിട്ടല്ല പോയത്. മഹാപുരോഹിതൻ അന്യരക്തം കൊണ്ട് ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുന്നുവെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വന്തം രക്തം കൊണ്ട് മാനവജാതിയെ മൊത്തം നീതീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും വിലയ്ക്ക് വാങ്ങുകയും ചെയ്തുകൊണ്ട് ആ രക്തം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ജനത്തെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതു മനുഷ്യനും കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള ജീവന്റെ വഴി യേശുക്രിസ്തുവിൻ്റെ ജഡം കൊണ്ട് തുറന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം ചെയ്ത ആ പ്രവൃത്തിയുടെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ കൃപാസനത്തെ മൂടിയിരുന്ന അല്ലെങ്കിൽ മറച്ചിരുന്ന ഈ തിരശീല ദൈവം മോളിൽ നിന്ന് അടിവരെ കീറി രണ്ടായി ഇങ്ങനെ കീറി കൃപാസനം തുറന്നു വെച്ചു. അതിപരിശുദ്ധ സ്ഥലം തുറന്നു വെച്ച് കൃപാസനം കാണത്തക്കവണ്ണം തുറന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ആ ഉദ്ദേശം ഇനി മുതൽ പുരോഹിതൻ അതിനകത്ത് കയറേണ്ട കാര്യമില്ല. യാഗരക്തവുമായിട്ട് പുരോഹിതൻ അവിടെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ പുരോഹിതൻ അവിടെ പോകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ആ പുരോഹിതൻ പോകണമെങ്കിൽ യാഗം വേണം. യാഗത്തിൻ്റെ രക്തവുമായിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുരോഹിതൻ അവിടെ കയറേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ മറ നീക്കിക്കളഞ്ഞു. ആർക്കും കയറാവുന്ന വിധത്തിൽ തുറന്നിട്ടേക്കാണ്. അപ്പോൾ അവിടെ
പുരോഹിതന് കയറാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവിടെ യാഗവും ഇല്ല എന്നുള്ളതാണ്. ഈ യാഗരക്തത്തിൻ്റെ ആവശ്യമില്ല. അപ്പം മറച്ചിട്ടിരുന്ന സമയത്ത് യാഗരക്തം വേണമായിരുന്നു, പുരോഹിതൻ വേണമായിരുന്നു. എന്നാൽ അത് കീറിക്കളഞ്ഞതിന് ശേഷം, അത് തുറന്നു വെച്ചതിന് ശേഷം പുരോഹിതനും അവിടെ കയറണ്ട. അവിടെ കയറി ചെല്ലുവാനായിട്ട് ഒരു മൃഗത്തിൻ്റെ രക്തവും ആവശ്യമില്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സകല മനുഷ്യനും നീതീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തതുകൊണ്ട് രക്തം കൂടാതെ തന്നെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയും. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ എങ്ങനെ പറയുന്നത്? നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തുറക്കപ്പെട്ട ആ കൃപാസനത്തിൻ്റെ ആ തിരശീല കീറിക്കഴിഞ്ഞ് അതിപരിശുദ്ധ സ്ഥലം തുറക്കപ്പെട്ട് ആ കൃപാസനത്തിലേക്ക് ധൈര്യമായി കയറി ചെല്ലുവാൻ ഇന്ന് പുരോഹിതൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. പുരോഹിതൻ്റെ ആവശ്യമില്ല എന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തി. രണ്ടാമത്തെ കാര്യം, രക്തം ആവശ്യമില്ല, അതുകൊണ്ട് യാഗം ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ പുരോഹിതൻ്റെ ആവശ്യമില്ല, യാഗത്തിൻ്റെ ആവശ്യമില്ല. യാഗം ആവശ്യമുണ്ടെങ്കിൽ പുരോഹിതൻ ആവശ്യമുണ്ട്. അപ്പോൾ യാഗം ആവശ്യമില്ലാത്തത് കൊണ്ട് പുരോഹിതൻ്റെ ആവശ്യമില്ല. അപ്പോൾ പുരോഹിതൻ്റെയും യാഗത്തിൻ്റെയും ആവശ്യമില്ലാത്തത് കൊണ്ട് മന്ദിരത്തിൻ്റെയും ആവശ്യമില്ല. അപ്പം മന്ദിരത്തിൻ്റെയും ആവശ്യമില്ല, യാഗത്തിൻ്റെ ആവശ്യമില്ല, പുരോഹിതൻ്റെ ആവശ്യമില്ല എന്ന് ദൈവം തിരശീല കീറിക്കൊണ്ട് വെളിപ്പെടുത്തുകയായിരുന്നു. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞ് പൊളിഞ്ഞു പോകുന്ന കാലം വരും എന്ന് പറഞ്ഞു. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ചാട്ടയുണ്ടാക്കിക്കൊണ്ട് അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പൊന്മാണിപ്പക്കാരെയും എല്ലാം, ആടുമാടുകളെ വിൽക്കുന്നവരെയെല്ലാം പുറത്താക്കി കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഈ അധികാരം തന്നത് ആരാന്ന് യഹൂദന്മാർ ചോദിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ഇങ്ങനെയാണ്, നിങ്ങൾ ഈ ആലയം പൊളിക്ക്, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പണിയും എന്ന് പറഞ്ഞു. അപ്പോൾ ആ മന്ദിരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിഞ്ഞു പോകുമെന്ന് യേശുക്രിസ്തു പറഞ്ഞു. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ 3 ദിവസം കൊണ്ട് മന്ദിരം പണിയും. അപ്പോൾ യേശുക്രിസ്തു 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞ മന്ദിരം എന്നാണ് അറിയാവോ? ദൈവത്തിൻ്റെ സഭയാകുന്ന മന്ദിരമാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെ വായിക്കും, കൊരിന്ത്യ ലേഖനത്തിലും നമ്മൾ അങ്ങനെ വായിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സഭയാകുന്ന മന്ദിരമാണ് ഇന്ന് നിലവിലുള്ളത്. അല്ലാതെ യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് യെരുശലേമിൽ ഉണ്ടായിരുന്ന മന്ദിരം ഇല്ല എന്നുള്ളതാണ്. മന്ദിരവുമില്ല, മന്ദിരത്തിൽ വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലമില്ല, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറുവാനായിട്ട് പുരോഹിതനില്ല, പുരോഹിതൻ രക്തം കൊണ്ട് വേണം കിടക്കാൻ. അപ്പോൾ യാഗമില്ലാത്തത് കൊണ്ട് രക്തവുമില്ല. അപ്പോൾ ദൈവം യേശുക്രിസ്തുവിൻ്റെ യാഗത്തെ അംഗീകരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ രക്തം സ്വീകരിക്കുകയും ആ യേശുക്രിസ്തുവിൻ്റെ ജീവൻ മൂലമായി നമുക്ക് പ്രായശ്ചിത്തം ലഭിക്കുകയും നമ്മെ നീതീകരിക്കുകയും നമ്മെ വിശുദ്ധീകരിക്കുകയും നമ്മെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് കൃപാസനത്തിലേക്ക് നേരിട്ട് ചെല്ലാം. ഒരു മധ്യസ്ഥനില്ലാതെ, മഹാപുരോഹിതനില്ലാതെ, യാഗമില്ലാതെ, രക്തമില്ലാതെ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കയറി ചെല്ലുവാൻ തക്കവണ്ണം സ്വർഗം തുറന്നതാണ് തിരശീല 2-ആയി കീറിക്കളഞ്ഞുകൊണ്ട്. അപ്പോൾ എൻ്റെ പ്രിയ സൗരസൗരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത് സഭയാണ്. ആ സഭയിൽ പുരോഹിതന്മാർ, എല്ലാവരും പുരോഹിതന്മാരാണെന്ന് പത്രോസ് പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരാണ്. അതുകൊണ്ട് ഒരു മഹാപുരോഹിതൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക പുരോഹിതനും പുരോഹിതന്മാരെന്ന് പറയുന്ന മറ്റൊരു വിഭാഗക്കാരും അതുപോലെ തന്നെ യാഗം കഴിക്കുന്ന മൃഗങ്ങളും അതുപോലെ തന്നെ യാഗരക്തം തളിക്കുന്ന അതിപരിശുദ്ധ സ്ഥലവും ഉള്ളതായ ദേവാലയം ഇന്നില്ല എന്നുള്ളതാണ്. ആ മന്ദിരം ഇന്നില്ല എന്നുള്ളതാണ്. മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പുരോഹിത വർഗമായ വിശ്വാസികളെ കൊണ്ട് കൂട്ടിച്ചേർത്ത് പണിയപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയാണ് ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത്.
അപ്പോൾ ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവത്തിൻ്റെ മന്ദിരം മാത്രമേ ഇന്ന് നിലവിലുള്ളൂ. മറ്റു മന്ദിരങ്ങളൊന്നും ദൈവത്തിൻ്റെ മന്ദിരമല്ല. അതെല്ലാം യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലുള്ളതുപോലെ യാഗങ്ങളും കർമ്മങ്ങളും വഴിപാടുകളും നേർച്ചകളും കാഴ്ചകളും എല്ലാം കഴിക്കുന്ന മന്ദിരങ്ങളാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ യാഗത്തെ അംഗീകരിച്ച് വിശ്വസിച്ച് ആ യാഗത്താൽ നീതീകരിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്ത ഏതൊരു വിശ്വാസിക്കും ഏതൊരു ക്രിസ്ത്യാനിക്കും ഇന്ന് പുരോഹിതൻ്റെ ആവശ്യമില്ല, യാഗത്തിൻ്റെ ആവശ്യമില്ല, മന്ദിരത്തിൻ്റെ ആവശ്യമില്ല. അവന് ദൈവത്തോട് നേരിട്ട് ബന്ധപ്പെടാം. ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു മഹാപുരോഹിതനായ മധ്യസ്ഥൻ്റെ ആവശ്യമില്ലാതെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തുറന്നു തന്ന വഴിയിലൂടെ ദൈവത്തോട് നേരിട്ട് ബന്ധപ്പെടുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ, അല്ലെങ്കിൽ ദൈവം നൽകിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം മേളിൽ നിന്ന് അടി വരെ തിരശീല കീറിക്കളഞ്ഞത്. അതാണ് ആ ക്രൂശീകരണ സമയത്ത് നടന്ന അത്ഭുതകരമായ 6 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തിരശീല മുകളിൽ നിന്ന് താഴേക്ക് 2ആയി കീറിക്കളഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരന്മാരെ, പാരമ്പര്യമായ ക്രിസ്ത്യാനികൾ ഇന്നും പുരോഹിതന്മാരെയും യാഗങ്ങളെയും നേർച്ചകളെയും കാഴ്ചകളെയും അതുപോലെ തന്നെ പള്ളികളെയും ഒക്കെ പണിത് ഇന്നും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് വേദപുസ്തകത്തിൽ നിന്ന് ഈ സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇന്ന് മധ്യസ്ഥനായിട്ട് മഹാപുരോഹിതൻ്റെയോ മറ്റു പുരോഹിതന്മാരുടെയോ ആവശ്യമില്ല. അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുവാൻ യാഗത്തിൻ്റെയോ രക്തത്തിൻ്റെയോ ആവശ്യമില്ല. ഇന്ന് സഭയാകുന്ന ദേവാലയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തോട് മധ്യസ്ഥൻ കൂടാതെ നേരിട്ട് ബന്ധപ്പെടുവാനും നമുക്കിന്ന് സാധിക്കുമെന്നുള്ളതാണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണ മുഖാന്തരം നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തോട് നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ആ ക്രമീകരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം ദൈവം നമുക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.